ഈശോയുടെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസവും മോശയുടെ ഉപവാസവും ഇസ്രായേൽ ജനത്തിൻ്റെ 40 വർഷത്തെ മരുഭൂമി യാത്രയും നിലമേൽ നിവാസികളുടെ ഉപവാസവും എല്ലാം ഒത്തുചേർത്ത് അനുസ്മരിക്കുന്ന ഒന്നാണ് 40-ാം വെള്ളി. ഈ 40-ാം വെള്ളി വലിയ ആഴ്ചയുടെ പീഡാനുഭവത്തിൻ്റെ ഹാശാഴ്ചയുടെ പ്രവേശന കവാടമായിട്ടാണ് നിലകൊള്ളുന്നത്. കുരിശിൽ മനസ്സുറപ്പിച്ച് ഉദ്ധാനത്തിലേക്ക് പ്രയാണം ചെയ്യുന്നതാണ് നോമ്പ് കാലം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മളേറെ പ്രത്യാശയോടെ അനുഷ്ഠിച്ചു വരുന്ന നമ്മുടെ വലിയ നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് നമ്മൾ ഈ ദിവസം പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ദൈവത്തോടൊപ്പമുള്ള പ്രാർത്ഥനയുടെയും ആ ഓർമ്മ അനുസ്മരിച്ചുകൊണ്ടുള്ള 40 ദിവസത്തെ ഉപവാസത്തെ അനുസ്മരിക്കുന്ന 40-ാം വെള്ളിയാഴ്ച. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ മോശ ദൈവത്തോടൊപ്പം 40 ദിനരാത്രങ്ങൾ പ്രാർത്ഥനയെ ചെലവഴിച്ചിരുന്നു. നോഹയുടെ കാലത്ത് 40 ദിനരാത്രങ്ങളാണ് ഭൂമിയിൽ മഴ പെയ്തത്. നിനവേ നിവാസികൾക്കായിട്ട് കർത്താവ് 40 ദിനരാത്രങ്ങൾ അനുദപിച്ച് അവരുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുവാൻ അവസരം നൽകി. ഇസ്രായേൽ ജനത്തെ 40 വർഷങ്ങളാണ് കാനാൻ ദേശത്തേക്കുള്ള യാത്രയ്ക്കായിട്ട് കർത്താവ് ഒരുക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ വിശുദ്ധ പാരമ്പര്യത്തിൽ കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങളെ അനുസ്മരിക്കുന്ന വിശുദ്ധ വാരം അല്ലെങ്കിൽ ഹാശ ആഴ്ച അല്ലെങ്കിൽ വലിയ ആഴ്ച കുരുക്കമായുള്ള കവാടമായിട്ടാണ് 40-ാം വെള്ളിയാഴ്ചയെ നമ്മൾ കണക്കാക്കുക. 40-ാം വെള്ളി ആചാരങ്ങളും വിശുദ്ധ കുരിശിൻ്റെ വഴിയും റാന്നി മേനാന്തോട്ടം ലിറ്റിൽ ഫ്ലവർ കത്തോലിക്ക പള്ളിയിൽ നിന്നും ആരംഭിച്ച് ഇൻഫന്റ് ജീസസ് സീറോ മലബാർ ഫെറോന പള്ളിയുടെയും സെൻറ് തോമസ് ക്രാനായ മലങ്കര കത്തോലിക്ക പള്ളിയുടെയും നേതൃത്വത്തിൽ അനേകം വിശ്വാസികളുടെ പ്രാർത്ഥനയോടെ നഗരം ചുറ്റിയുള്ള കുരിശിൻ്റെ വഴി ചെത്തോങ്കര ക്രിസ്തുരാജ മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ എത്തിച്ചേർന്നു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ, അവിടുന്ന് മുഖം കൊത്തി നിലത്ത് വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം ആർപ്പ് വിളിക്കുന്നു. അവിടുന്ന് ഒന്നും മിണ്ടുന്നില്ല. സിറ്റി ന്യൂസ് റാന്നി.